ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ അങ്ങേ ഇതുവരെ ബന്ധപ്പെടാത്തത് ഇത്തരമൊരു കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുത്തിട്ട് അങ്ങ് പ്രതികരിക്കൂ എന്നറിയാവുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പാർട്ടിയുടെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നറിയുന്നു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു യുവ നേതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില കരുതലുകളും ശ്രദ്ധയും ഒക്കെ പുലർത്തിയിരുന്നെങ്കിൽ ഈ നടപടി ഉണ്ടാകുമായിരുന്നില്ല. താങ്കൾ എങ്ങനെ കാണുന്നു ഈ നടപടിയെ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? അല്ല, ഈ വിഷയത്തിൽ പാർട്ടി എന്ത് തീരുമാനമെടുക്കണം? കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി, അദ്ദേഹം ഒഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് മാറാൻ പറഞ്ഞു, അദ്ദേഹം മാറി. ഇനി അടുത്ത അദ്ദേഹം MLA സ്ഥാനത്ത് തുടരണമോ എന്നുള്ളതാണ് അടുത്ത വിഷയം. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. നേതാക്കൾ പരസ്പരം കൂടിയാലോചന നടത്തുന്നുണ്ട്. ആ കൂടിയാലോചനയിൽ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാര്, മുൻ KPC അധ്യക്ഷന്മാര്, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങള്, സീനിയർ മറ്റ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായിട്ട് KPC പ്രസിഡന്റ് ആശയവിനിമയം നടത്തിയിട്ട് ആ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് ഇന്നലെയൊക്കെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ KPC പ്രസിഡന്റ് മുൻകൈ എടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരും ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തെ ക്രോഡീകരിച്ചുകൊണ്ട് KPC പ്രസിഡന്റ് എന്ത് തീരുമാനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് സംബന്ധിച്ച് എനിക്ക് വിശദമായി വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. കെ മുരളീധരൻ പറഞ്ഞത് ഇതൊരു രണ്ടാമത്തെ ഘട്ടം മാത്രമാണ്, അന്തിമഘട്ടമായിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ MLA സ്ഥാനത്ത് നീക്കണമെന്നാണ് പല നേതാക്കളും ആവശ്യപ്പെടുന്നത്. അതിലേക്ക് കടന്നിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പാർട്ടി നടപടിയെടുക്കണം എന്നുള്ളത് കൊണ്ട് ആദ്യഘട്ടത്തിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, തുടർന്ന് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെടുക എന്ന മട്ടിലേക്കായിരിക്കുമോ പോക്ക്? ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരാകുന്ന നേതാക്കൾ, ജനപ്രതിനിധികൾ കേരളത്തിലെ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ പാർട്ടികൾ എടുത്തുള്ള നടപടികളുമായി നമ്മൾ വിലയിരുത്തുമ്പോൾ ഇക്കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടൻ തന്നെ നീക്കം ചെയ്തത്. ഇനിയിപ്പോ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. ആ MLA സ്ഥാനത്ത് തുടരണമോ വേണ്ടിയിരുന്നതിനെ സംബന്ധിച്ചാണ് ഇനി അടുത്ത ചർച്ച നടക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആരോപണങ്ങളും പലതരത്തിലുള്ള വീഡിയോകളുമൊക്കെ ഉണ്ട്. അത് അന്വേഷണ വിധേയമാകേണ്ടതായിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും MLA സ്ഥാനം രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി ആലോചിക്കും. അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, ഇപ്പോൾ പാർട്ടി എടുക്കേണ്ട മാതൃകാപരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പ്രാഥമികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നടപടി, ബാക്കി അന്വേഷണ വിധേയമായി പാർട്ടി ആ തീരുമാനമെടുക്കും. തീർച്ചയായിട്ടും. കാരണം വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി അന്വേഷണം നടത്തും. ഒരുപാട്, കാരണം ഈ ആരോപണങ്ങൾ ഒരുപാട് പേരുടെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇതിലുള്ള വസ്തുതകളും ഒക്കെ പരിശോധിക്കുകയും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, അല്ലെങ്കിൽ അദ്ദേഹം ജാഗ്രത പുലർത്തേണ്ട പല ഘട്ടങ്ങളിലും അത് പുലർത്താതെ വന്നിട്ടുണ്ടെങ്കിൽ, അതുമൂലം പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം നടപടിക്ക് വിധേയനാകേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഒരു നടപടിയിലേക്ക്, ഒരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ അത് ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ പാർട്ടിയുടെ മുന്നിലുള്ളത്. അത് അനുസരിച്ചാണ് പാർട്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. അതായത് പ്രാഥമിക അംഗത്വത്തിൽ നീക്കം ചെയ്തു, സസ്പെൻഷൻ എന്ന് പറയുന്നത് അന്തിമ തീരുമാനമല്ല. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് ശിക്ഷാ നടപടിയാണല്ലോ. അത് ആ സസ്പെൻഷൻ കാലയളവില് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സമ്പൂർണ്ണമായി പുറത്താക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് MLA സ്ഥാനം ആവശ്യപ്പെടുകയും രാജിവെക്കുന്നത് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള അടുത്ത നടപടികളിലേക്കാണ് പാർട്ടി കടക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ വ്യക്തമാണ്. താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അടുത്ത നടപടികളിലേക്ക് പാർട്ടി കടക്കാൻ പോകുമെന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും അത് വിശ്വസിക്കാം. കാരണം കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ മുതിർന്ന നേതാക്കളോട് ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അവരെല്ലാം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കേട്ടോ. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിലും ശരി, സണ്ണി ജോസഫ് ആണെങ്കിലും ശരി, KPCC അധ്യക്ഷൻ തന്നെ തന്റെ വ്യക്തിപരമായ അഭിപ്രായം അറിയിച്ചത്. കാര്യം ഇവരുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളുള്ളതല്ലേ. ഇപ്പോൾ ACCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയുടെ പ്രതികരണം തന്നെ കണ്ടില്ലേ? കേരളത്തിലെ സ്ത്രീകളുടെ ശബ്ദമല്ലേ ആശ പങ്കുവെച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതു പാർട്ടിയിലും ആവട്ടെ, അങ്ങനെ പങ്കുവയ്ക്കാനുള്ള നേതാക്കളുണ്ടെന്നേ. കോൺഗ്രസിൽ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞില്ലേ, ഉമാ തോമസ് പറഞ്ഞില്ലേ, ബിന്ദു കൃഷ്ണ പറഞ്ഞില്ലേ. അപ്പോൾ ഇതുകൊണ്ട് പാർട്ടിക്ക് അത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ പറയുന്നത് പോലെ നേതാക്കൾ പറയുന്നത് ശരിയാണ്. പാർട്ടിക്കൊരു നടപടി രീതിയുണ്ട്. മുകേഷിൻ്റെ കാര്യത്തിൽ ഇതൊന്നും കണ്ടില്ല എന്നുള്ളത് നമ്മൾ പറയണം.
ഈ പറയുന്ന തീരുമാനങ്ങൾ ഒന്നും മുകേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴും MLA ആയിട്ട് തുടരുന്നുണ്ട്, പാർട്ടിയുടെ പദവിയിൽ തന്നെ തുടരുന്നുണ്ട്. ആ അർത്ഥത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അത് അവിടെ നടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ജാമ്യത്തിലാണ് എന്നുള്ളെങ്കിൽ പോലും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതും അന്തിമ നടപടിയല്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. രാജിയിലേക്ക് തന്നെ പോകും എന്ന സൂചനയാണ് ഈ നേതാക്കളെല്ലാം നൽകുന്നത്. പക്ഷെ അതേസമയം